ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഓണത്തിൻ്റെ സദ്യകളിലെ കറികളിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഇഞ്ചിക്കറിയാണ് ഇത്. അപ്പോൾ പുളിയിഞ്ചിന്ന് ചില ഭാഗങ്ങളിൽ പറയും, ഞങ്ങൾ ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാനിത് വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണേ. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പലയിടത്തും പല രീതിയിലാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന രീതിയിൽ ഞാനത് ചെയ്ത് കാണിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ടത് ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ മൂത്ത് വരണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. ഇടയ്ക്കൊക്കെ ഇളക്കി ഇട്ട് കൊടുത്ത് അതിൻ്റെ എല്ലാ പീസുകളും ഒരുപോലെ ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അത് തണുത്ത് വന്നു കഴിയുമ്പോൾ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ അതിന് വേണ്ടത് കുറച്ച് പുളി വേണം. പിന്നെ കടുക് വറുക്കാൻ ആവശ്യമായിട്ട് കുറച്ച് കറിവേപ്പില, പച്ചമുളക്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. വറുത്തെടുത്ത ഇഞ്ചി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി കടുക് വറുത്ത് ചേർക്കാം. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും കറിവേപ്പിലയും പച്ചമുളകും വറ്റൽമുളകും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇഞ്ചി പൊടിച്ചെടുത്തപ്പോൾ എനിക്ക് തോന്നി ഒരു ഇത്തിരി മൂപ്പ് കുറവുണ്ടെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ ആ ഇഞ്ചി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്നോടെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഒന്നോടെ ഒന്ന് മൂപ്പിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുറച്ചുകൂടെ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുവാണേ. പിന്നെ അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്ന വരുന്ന മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ചേർക്കാനുള്ളത് പുളിവെള്ളമാണ്. പുളി കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് അലിപ്പിച്ചെടുത്തിട്ട് അത് അരിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ ശർക്കര പൊടിച്ചതോ അല്ലെങ്കിൽ ശർക്കര പാനിയാക്കിയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇതെല്ലാം ഒരേപോലെ ലെവലിൽ നിൽക്കണം അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ പുളി ഇത്തിരി കുറവുണ്ടായിരുന്നു തോന്നി, അതൊന്നും കൂടി ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് തിളച്ച് നന്നായിട്ട് കുറുകി വറ്റി വരണം.